സത്യമായിട്ട് ഫിറ്റ് ആച്ചി പാനിപൂരി മസാല. ആച്ചി മസാല. Guys, ആച്ചി മസാല. പോയി ഉണ്ടാക്കി നമ്മളെ. Hey guys, welcome to my YouTube channel. ഇന്ന് നമ്മള് Hey guys, welcome to my YouTube channel. ഇന്ന് നമ്മള് ഒരു പാനിപ്പൂരി ഈറ്റിംഗ് ചാലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മള് ഏതെങ്കിലും ഷോപ്പിൽ പോയിരിക്കും ചെയ്യുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഞാനാണ് ഉണ്ടാക്കാൻ പോകുന്നത് പാനിപ്പൂരി. ഓക്കെ, പാനിപ്പൂരി ആരാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നോ അവര് ജയിച്ചു. തോക്കുന്ന ആൾക്കൊരു പണിഷ്മെന്റ് ഉണ്ട്. ഇന്നത്തെ ഫുൾ പാത്രവും ആള് കഴുകണം. ഞാനല്ല തോക്കുന്ന ആളെ കഴുകും. ഞാൻ ഉറപ്പായിട്ടും ജയിക്കും. കാരണം പാനിപ്പൂരി മേരാ ഫേവറേറ്റ്. അത് പിന്നെ വീഡിയോയില് ഇന്നത്തെ പാത്രം മൊത്തം കഴുകും. ഓക്കെ, ആരാ കഴുകുന്നത് കാണാം. ജോമോളേച്ചി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് പാനിപ്പൂരി കഴിച്ചാൽ എല്ലാം വയറ്റിനകത്ത് പോകില്ലേ? ആച്ചി പാനിപ്പൂരി മസാല. ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇതുണ്ട്, അതുണ്ട്, ഇതുമുണ്ട്. നമ്മുടെ ഫേസ് കാണിക്കാൻ പഠിക്കുന്ന നമ്മുടെ എല്ലാമായ ക്യാമറ കം ചിരി നാണം. ചേച്ചിയുടെ ചിരി കണ്ടോ ഇങ്ങനെയാണ് ഫെൽസിയുടെ ചിരി. ശരി, ഓക്കെ. പാനിപ്പൂരി ഉണ്ടാക്കൽ ആരംഭിക്കട്ടെ. കഴിക്കാൻ മാത്രം വന്ന് നിൽക്കുന്ന സുഭാഷ് ജീൻസ്. നല്ല രസമുണ്ട്. ചുമ്മാ നോക്കിക്കൊണ്ട് നിൽക്കാൻ. പോയി ഉണ്ടാക്കി നമ്മൾ. എന്തോ കാര്യമായിട്ട് വായിക്കുന്നുണ്ട്. അതെന്താണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. എങ്ങനെ കഴിയോ? നമ്മളെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന 250 ഗ്രാം വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കും? വാട്ടർ തയ്യാർ. ഓക്കെ, ആച്ചി മസാല. ഇനി അടുത്ത വാട്ടർ ആൻഡ് put some chutney. What's that? What's that? No need to add water. ഇതില് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിലൂടെ മൊത്തം വെള്ളം ഒഴിച്ചു. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഗൈസ്. കുഞ്ഞു സാധനം. സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെൽസി ഒരു 10 തിന്നെ. പെൽസി എങ്ങാനും മത്സരിച്ചിരുന്നെങ്കിൽ പെൽസി ഗായ്സ്, നമ്മുടെ പാനിപ്പൂരി, മിന്റ് വാട്ടർ, ഡേറ്റ്സ് ചട്നി എല്ലാം റെഡി ആയിട്ടുണ്ട് ഗായ്സ്. ഇതാണ് നമ്മുടെ മത്സരാർത്ഥി. ഇതാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി. അപ്പൊ നമ്മള് പാനിപ്പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചാലഞ്ച് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോന്നും കൗണ്ട് ചെയ്ത് ഇങ്ങനെ കഴിക്കും. ആരാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നോ അവരാണ് വിന്നർ. തോക്കുന്ന ആള് പാത്രം കഴുകണം. ഞാൻ തോക്കും. സുബ വിചാരിക്കും ഞാൻ തോക്കും. പക്ഷെ സുബയാണ് തോക്കും. ഇന്നത്തെ പാത്രം കഴുകാൻ പോകുന്നത് ജോമോളാണ്. കണ്ടറിയാം. ഓക്കെ, റെഡി, സ്റ്റഡി. ഓക്കെ, റെഡി. 1 2 3 സ്റ്റെപ്പ്. ഫസ്റ്റ് വൺ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, സൂപ്പർ. സെക്കൻഡ് വൺ. ഇത് ഇത്ര പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് വേണം. സ്പീഡ് കഴിക്കാം. തേർഡ് വൺ. എവിടെ പോണു? പെട്ടെന്ന് കഴിക്കുന്നു. എനിക്ക് വേണം. നല്ല രസമുണ്ട്. നമുക്ക് പാനിപ്പൂരി കട ഇട്ടാല. ചെറുതൊക്കെ എടുത്ത് കഴിക്കുന്നേ.
വെറുതെ അല്ല, എനിക്ക് എടുക്കാൻ സമയം എടുക്കുന്നത്. 6 മനുഷ്യ 5. ഞാൻ 6 കഴിച്ചോന്ന് എനിക്കൊരു ഡൗട്ട്. രണ്ടുപേരും ഒരേപോലെയാണ് പറഞ്ഞത്. കള്ളക്കളിയുടെ ഒത്താണ് ജോമോള്. ഞാൻ പറഞ്ഞ എത്ര കഴിച്ചു തരാൻ? നമ്മൾ ചെറുത് നോക്കി തെരഞ്ഞു കണ്ടുപിടിച്ച് എടുക്കണം കേട്ടോ. എല്ലാം ഞാൻ ഉണ്ടാക്കിയത് പാനിപ്പൂരി. ചെറുതൊന്നും വലുതൊന്നും അങ്ങനെയൊന്നുമില്ല. 6 കൊള്ളാം കേട്ടോ പാനിപ്പൂരി. ഇത് നമ്മൾ കടയിൽ പോയി കഴിക്കുന്നതിനേക്കാളും വീട്ടിലുണ്ടാക്കിയ ഭയങ്കര ലാഭം. 7. കഴിക്കാൻ പറ്റും. ഇതിന് മതിയാക്കും സുഖം. ടേസ്റ്റ് കാരണം കുറെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. മതിയാക്കും സുഖം. നീ മതി, എനിക്ക് പാത്രം എഴുതാൻ താല്പര്യമില്ല. ഈ 9 ഇത് 9ാമത്തെ അല്ലേ? 9ാമത്തേതില് ആള് കറങ്ങുന്നുണ്ട്. ഇവിടെ വന്നായിട്ട് നമ്മളെ ഇതെല്ലാം കഴിച്ചാൽ നാളെ ബാത്റൂമിൽ പോകേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, ഞാൻ ജയിക്കും. പെട്ടെന്നോട്ടൊന്ന് കഴിക്കണം, അല്ലെങ്കിൽ മടക്കത്തില്ല. അല്ലല്ലേ നിനക്ക് വെള്ളം ഒഴിക്കാതെ കഴിച്ചാ കൂട്ടത്തില്ല. ഞാൻ വെച്ചു തരാം. ശരി, ഓക്കെ. അത് 3 നേരം ഒഴിക്കാം. നീ എനിക്ക് വെച്ചു തരാം, ഞാൻ വെച്ചു തരാം. ഓക്കെ, എനിക്ക് അത്രയുമേ. ശരി. ഇത് നോക്ക്. എന്നെ തോൽപ്പിക്കാൻ ജോമോൾ പഠിച്ച 18 അടവ് കളിക്കും. പക്ഷേ ഞാൻ തോക്കത്തില്ല. ഇപ്പൊ ഇഞ്ചോടി കമോൺ ജോമോൾ, കമോൺ കഴി ജോമോള്. ഏയ് ജോമോൾ ഇപ്പഴേ തോറ്റ്. കിട്ടണ്ടേ ജോമോള്? ജോമോൾക്ക് തുടക്കത്തെ ഒരു ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഏയ് എട് എന്ന് വയറ് കഴിച്ചോണ്ടിരിക്കണം. ആ തുടക്കത്തിൽ ആരോ തുടക്കത്തിൽ ആരായിരുന്നു ഫ്രണ്ടില്? എന്ത് എടുക്ക് രണ്ടുപേരും എടുക്ക്. ഇത് തികയത്തില്ലെന്ന് വിചാരിച്ച് കൊറേ ഉണ്ടാക്കി. എല്ലാ വീട്ടിലും നിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് കൊണ്ടുകൊണ്ട് പാനിപ്പൂരി, ഓരോ പാനിപ്പൂരി. അത് നല്ലൊരു ഐഡിയ. എടുക്ക് രണ്ടുപേരും എടുക്ക്. തോറ്റാ ഇല്ല, അപ്പൊ അതിന്റെ വാ. ചേച്ചി സൈലന്റ് ആയി. നമ്മളിപ്പഴേ തോറ്റു. ഇല്ല. ഈ ചോക്കുന്നവരെ ഞാൻ കഴിച്ചോണ്ടിരിക്കും. ഞാൻ തോക്കുന്നവരെ കഴിച്ചോണ്ടിരിക്കുവോ? ശരി, എന്നാ നീ ഇത് കഴിയും. കയ്യിലൊന്നും നിക്കുന്നില്ല. നമ്മള് പാനിപ്പൂരി കഴിച്ച് ഫിറ്റായിരുന്നു. വാ. ഇനി വേണം. ഇത് ഞാൻ തിരിച്ചാ കൊളങ്ങണി. ഇവിടെ കഴിക്കണതിനകത്തൊന്നും മസാല ഇല്ല, വെറും പൂരി മാത്രം. നമ്മൾ തോൽവി സമ്മതിച്ചാ പെട്ടെന്ന് വാള് വെക്കരുത്. ലൈറ്റ് പോകുന്നു. ഇത് കമോൺ ജോമോൾ, കമോൺ. ജോമോള് അടിയറവ് പറയാതെ ജോമോളെ ഇന്നത്തെ മൊത്തം പാത്രം കഴിയണം. അതൊക്കെയാണ് ഇത്ര പെട്ടെന്ന് ഇഷ്ടമെങ്കിലും കൊള്ളിക്ക് അതിന്റെ പേര് പറ്റുമെന്ന് നോക്ക്. ഞാൻ തോറ്റില്ല, കഴി ഞാൻ കഴിക്കും. കഴി. തോറ്റോ തോറ്റു. തോറ്റോ? തോറ്റു. ഇനി പറ്റത്തില്ല, ഞാൻ ഇനി വാള് വെക്കും. നീ തോറ്റ ഇത്രേ ഉള്ളു ഗൈസ്. ഞാൻ ഛർദിക്കും. ജോമോള് പാനിപ്പൂരി ഈറ്റിങ്ങില് ജയിക്കാൻ വേണ്ടിട്ട് ഉച്ചക്ക് ചോറ് പോലും കഴിക്കാതെ അപ്പുറത്ത് നമ്മൾ ആരും ഓക്കെ. ഇന്നത്തെ പാത്രങ്ങൾ ആര് കഴുകും? ജോമോ കഴിച്ച് കഴിച്ച് മത്ത പിടിച്ച് ഫിറ്റായി എന്ന് പറയണമെന്നില്ല. അറിഞ്ഞൂടാ, ഒരക്ഷരം പറഞ്ഞപ്പോ ആളെ Guys, ഈ ചാലഞ്ചിൽ ഞാൻ തോറ്റെങ്കിലും അടുത്ത ചാലഞ്ചില് ഞാൻ ജയിക്കും. ഇന്നാലെ മുടിയാതെ തമ്പി എന്ത് മതി മതിയെന്ന് എന്റെ അടുത്ത് പറഞ്ഞ് പ്ലാൻ ചെയ്ത് എന്നെ കൊണ്ട് ഈ ചാലഞ്ച് ഇടിയിപ്പിച്ചതാണ്.
സത്യമായിട്ട് fit ആണ്. തല ഇറക്കി. Super. മതി മതി ഉം. മതി ഗൈസ്, ബൈ ബൈ. ഇന്നത്തെ ചലഞ്ചില് ജോമോൾ 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. പൊട്ടിപ്പോയി. നമ്മൾ തോറ്റു. ഓക്കെ ഗൈസ്, അപ്പൊ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇന്നത്തെ തോൽവിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്ന് ഞാൻ തോറ്റെങ്കിലും നെക്സ്റ്റ് ചാലഞ്ചിൽ എപ്പോഴും തോറ്റുകൊണ്ടിരിക്കും. ഞാനായിരിക്കും ജയിക്കുന്നത് ഗൈസ്. ഓക്കെ, അത് നമുക്ക് ഇനിയും ഇതിനേക്കാളും നല്ല നല്ല ചലഞ്ചസ് എന്തായാലും വരും. അപ്പൊ ബൈ. അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസിന് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ.